HTML ഫോംസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യാനാണ് നമ്മൾ ഫോംസ് യൂസ് ചെയ്യുന്നത്. യൂസറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഇൻപുട്ട് എന്ത് ചെയ്യും? സെർവറിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഇൻപുട്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്യും, അതെങ്ങനെ സെർവറിലേക്ക് സെൻഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? ഈ രജിസ്ട്രേഷൻ ഫോം എൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സിമ്പിൾ രജിസ്ട്രേഷൻ ഫോം ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മളോട് പേര് ചോദിക്കും, ജെൻഡർ ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോംസ് ഒക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യും. എന്നിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് സെർവറിലേക്ക് അയക്കും. ഇപ്പം നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ എന്താണ്, ജസ്റ്റ് ഒരു ഫോം മാത്രമേ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഫോമിൽ പല കണ്ടന്റ്സ് ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ജോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എൻ്റർ ചെയ്യുന്ന ഏരിയ, അതായത് യൂസർ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇത് ബട്ടൺ ആണ്. സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്താണ്? ബട്ടൺ ആണ്. അപ്പോൾ അങ്ങനെ ഫോംസിൽ പല എലമെന്റ്സ് ഉണ്ട്, ഇൻപുട്ട് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻപുട്ട് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ടൈപ്സിന് യൂസ് ചെയ്യുന്ന ടാഗ്സ് നമുക്ക് പഠിക്കാം. വളരെ ചെറുതായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ HTML നമ്മൾ പറഞ്ഞു യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻപുട്ട് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, പല രീതികളിൽ കൂടിയുള്ള നമുക്ക് ഇൻപുട്ട് കളക്ട് ചെയ്യാം. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള ഫോം കൺട്രോൾസ് അതല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്റ്റുഡൻറ് നെയിം എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് സാധാരണ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ചോദിക്കുമ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡിനും നേരെയായിട്ട് ഒരു ചെറിയ ബോക്സ് കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബോക്സ് വഴി നമുക്ക് ഒറ്റ ലൈനിൽ ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ലൈൻസ് വരികയാണ്. ഇപ്പം ഇവിടെ നോക്കുക, ഇവിടെ കമൻസ് അല്ലെങ്കിൽ ചില സമയത്ത് അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഫീൽഡ് കാണും. അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഫീൽഡ് ഉണ്ടാകുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ലൈൻസ് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ലൈൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോം കൺട്രോൾ എന്ന് പറയുന്നത് ഏതാണ്? ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻപുട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോം കൺട്രോൾസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് ആണ് ഈ ഫോം കൺട്രോൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പല രീതികളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബോക്സ്, അതായത് ഒരൊറ്റ ലൈനിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ലൈൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ടെക്സ്റ്റ് ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ജെൻഡർ ഉണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ 2-3 ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും അല്ലേ? ബോയ്, ഗേൾ, നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്കറിയാം. അപ്പം അതിൽ നിന്നും ഒരു സെറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ തമിഴ്, തെലുഗു, ഇംഗ്ലീഷ്, ഫിസിക്സ്, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്കിങ്ങനെ ടിക്ക് ചെയ്യാം. നമ്മളിവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ടിക്ക് മാർക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ചെക്ക് ബോക്സും റേഡിയോ ബട്ടണും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ, ചെക്ക് ബോക്സ് വഴി നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ തമിഴ്, തെലുങ്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് അങ്ങനെ 2-3 ഓപ്ഷൻസ് ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ത് യൂസ് ചെയ്യുവാണെങ്കിൽ? ചെക്ക് ബോക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ. പക്ഷെ റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് സെലക്ട് ബോക്സ്. നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ഇപ്പം ചില സ്ഥലത്തൊക്കെ കൺട്രി ചോദിക്കുമ്പോൾ കുറേ കൺട്രീസിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നമുക്ക് ഇന്ത്യയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളോട് ചോദിക്കും സ്റ്റേറ്റ് ചോദിക്കാം. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റ് നമുക്കിവിടെ ഈ കാണുന്ന പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് മുഴുവനായിട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന കാണാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഡേ അല്ലെ, നമുക്ക് ഡേ പറയണം. 1 തൊട്ട് 31 വരെയുള്ള ഏതെങ്കിലും ഒരു ഡേ നമുക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ
ഡേറ്റ് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ മന്താണ് ചോദിക്കുന്നതെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മന്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ള സെലക്ട് ബോക്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബട്ടൺസ് അല്ലേ, ഇവിടെ സബ്മിറ്റ്, ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോംസിൽ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം എന്ത് ചെയ്തു, ക്ലിയർ ചെയ്ത് പോകും. സബ്മിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ ഫോംസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് ആ ഡീറ്റെയിൽസ് എല്ലാം യൂസറിൻ്റെ അടുത്ത് നിന്ന് എടുത്തോളും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സെർവറിലേക്ക് പ്രോസസ്സിങ്ങിനായിട്ട് സെൻഡ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻപുട്ട് ടൈപ്സ്, ഡിഫറെൻറ്റ് ഇൻപുട്ട് ടൈപ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. ആദ്യമേ തന്നെ ഈ ഫോം ടൈപ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ടെക്സ്റ്റ് ചെറിയ ബോക്സിനെയാണ്, ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സിനെയാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതിൽ ഒരു ലൈൻ ഇൻഫർമേഷൻ മാത്രമേ, ഒരൊറ്റ സെൻറ്റൻസ് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നേ കൂടുതൽ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ടെക്സ്റ്റ് ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒന്നിലധികം ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റേഡിയോ ബട്ടൺ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സബ്ജക്ട്സ്, കുറച്ചധികം ഓപ്ഷൻസ് ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ചെക്ക് ബോക്സ് യൂസ് ചെയ്യാം. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, സെലക്ട് ബോക്സ് യൂസ് ചെയ്യാം. ഇപ്പം മന്ത് ഒക്കെ പറയുവാണെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാം നമുക്ക് നിരത്തി എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ അകത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെലക്ട് ബോക്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഓപ്ഷൻസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണം അല്ലേ. അപ്പോൾ സാധാരണഗതിക്ക് എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു സബ്മിറ്റ് ബട്ടൺ എഴുതും, എന്നിട്ട് ആ സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പം ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇൻപുട്ട് കൺട്രോൾസ് ആണ്, ഇൻപുട്ട് ടൈപ്സ് അല്ലെങ്കിൽ ഫോം കൺട്രോൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, സെലക്ട് ബോക്സ്, പിന്നെ ബട്ടൺസ്. പുഷ് ബട്ടൺ എന്നല്ല, സാധാരണ ബട്ടൺസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ ഇൻപുട്ട് ടൈപ്പും പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടാഗിൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഏത് ടൈപ്പിലുള്ള എലമെന്റ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻപുട്ട് ടൈപ്പ് നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് പറയാം, ഒരു ഇൻപുട്ട് എന്നുള്ള ടാഗ് അല്ലെങ്കിൽ എലമെന്റ് യൂസ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ഏത് ടൈപ്പിൽ വേണം എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് എന്നുള്ള ടാഗ് എഴുതുക. ആ ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് എന്ത് പറയുന്നത്, ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടാഗ് എന്താണ്, ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ്, ഇൻപുട്ട് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് എന്ത് കൊടുക്കുക, ടൈപ്പ് എന്ന് കൊടുക്കുക. ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പൊ ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ടൈപ്പിന്റെ സ്ഥലത്ത് നമ്മൾ റേഡിയോ എന്നാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ഒരു റേഡിയോ ബട്ടൺ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതെന്താണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് ചോയ്സിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, റേഡിയോ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന ടൈപ്പ്, ഇതിന്റെ ഫോർമാറ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഈ ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി ടൈപ്പ് എന്നുള്ളത് ചെക്ക് ബോക്സ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു ചെക്ക് ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ചെക്ക് ബോക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, സബ്മിറ്റ്, ടൈപ്പ് എന്തായിട്ട് പറയുക, സബ്മിറ്റ് എന്ന് പറയുക. ഇനി സാധാരണ അല്ലാതെ ഒരു ബട്ടൺ ആണ്, ക്ലിക്കബിൾ ബട്ടൺ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, ബട്ടൺ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ സബ്മിറ്റ് ബട്ടൺ എന്താണ്, നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ക്ലിക്കബിൾ ബട്ടൺ ആണെങ്കിൽ നമുക്ക് എന്ത് മതി, ബട്ടൺ മതി. ചിലപ്പോൾ നമുക്കൊരു ബട്ടണിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരണം, അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ടാഗ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എഴുതുക. ആദ്യം ഇൻപുട്ട് എന്ന് എഴുതുക, എന്നിട്ട് ടൈപ്പ് എന്ന് പറഞ്ഞ അതിന്റെ ആട്രിബ്യൂട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയണം, അതിന്റെ വാല്യൂസ് പറയണം. ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഒരു റേഡിയോ ബട്ടൺ ആണ് വേണ്ടതെങ്കിൽ റേഡിയോ എന്ന് കൊടുക്കുക. ഒരു ചെക്ക് ബോക്സ് ആണ് വേണ്ടതെങ്കിൽ ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക. ദെൻ സബ്മിറ്റ് ബട്ടൺ ആണെങ്കിൽ സബ്മിറ്റ്, ക്ലിക്കബിൾ ബട്ടൺ ആണെങ്കിൽ ബട്ടൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇനി ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത്
ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ ആണ്. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് ഞാൻ പറഞ്ഞായിരുന്നു, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ ടെക്സ്റ്റ് ഉണ്ട് അല്ലെ. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനിൽ നെയിം, മൊബൈൽ നമ്പർ അങ്ങനെയൊക്കെ ഉള്ള എന്താ ഒരൊറ്റ ലൈനിലേ വരത്തുള്ളൂ. അപ്പൊ അത് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എന്ന് പറയും. അഡ്രസ് ഒക്കെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ സെന്റൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൾട്ടി ലൈൻ. ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ യൂസ് ചെയ്യും. ഇനി അടുത്ത് പറയുന്നത് പാസ്വേഡ് ഇൻപുട്ട് കൺട്രോൾ ആണ്. അപ്പൊ ഒരു പാസ്വേഡ് ഇൻപുട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മെയിൽ ഐ ഡി അല്ലെങ്കിൽ മെയിൽ ഐ ഡി അതിന്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് ചോദിക്കും. അപ്പൊ ഈ പാസ്വേഡ് യൂസ് ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അല്ലെ. ചിലപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വെറുതെ ബ്ലാക്ക് കളറിൽ നമുക്ക് സർക്കിൾ പോലെ കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ എന്താ, പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് യൂസറിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, മാസ്ക് ചെയ്യണം അല്ലെ. യൂസറിനെ കാണിക്കാനായിട്ട് പാടില്ല, ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്വേഡ് ഇൻപുട്ട് കൺട്രോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിംഗിൾ ലൈൻ വേറെയാണ്, പാസ്വേഡ് വേറെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഒരു ഒറ്റ ലൈൻ എൻ്റർ ചെയ്യാനാണ് സിംഗിൾ ലൈൻ യൂസ് ചെയ്യുന്നത്. മൾട്ടി ലൈൻ എന്തിനാണ്, മൾട്ടിപ്പിൾ ലൈൻസിന് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു ടെക്സ്റ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പാസ്വേഡും സിംഗിൾ ലൈനും. പാസ്വേഡ് നമ്മൾക്കറിയാം വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പാസ്വേഡ് ആകുമ്പോൾ എന്താണ്, ടൈപ്പ് മാറും. സാധാരണ ടെക്സ്റ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് യൂസറിന് കാണാൻ പറ്റും. പക്ഷെ പാസ്വേഡ് ആണെങ്കിൽ എന്താ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ കാണാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് അതിനെ മാസ്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പാസ്വേഡ് ഇൻപുട്ട് കൺട്രോൾ യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോം എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കണ്ടോ, ഫോം എന്ന് പറയുന്ന ഒരു ടാഗ് കണ്ടോ, ബോഡി കഴിഞ്ഞിട്ട് ഫോം എന്ന് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ. അപ്പം HTML ഒരു ഫോം എലമെന്റ്സ് എല്ലാം എന്തിന്റെ ഉള്ളിലായിരിക്കണം വരുന്നത്, ഫോം എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കൊള്ളുക, ഫോം അല്ലെ, ബോഡി പാർട്ടിലാണ് സാധാരണ നമ്മളെല്ലാം എഴുതുന്നതെന്ന് പറഞ്ഞു. ഒരു ഫോം ആണെങ്കിൽ അതേപോലെ തന്നെ എന്ത് ടാഗിന്റെ ഉള്ളിലേ എഴുതാവുള്ളൂ, ഫോം എന്നുള്ള ടാഗിന്റെ ഉള്ളിലേ എഴുതാവുള്ളൂ. ഫോം എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യുക, ഫോം എലമെന്റ്സ് എല്ലാം തന്നെ പറയുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോം എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോം. ഇനി ഇതിന്റെ അകത്ത് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. അപ്പൊ ഇൻപുട്ട് ടൈം ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇനി അതിന്റെ നെയിം എന്താണ്, ഫസ്റ്റ് നെയിം. ഇവിടെ നെയിമിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ടെക്സ്റ്റ് ബോക്സ് കിട്ടും. പിന്നെ എന്തിനാണ് നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് ബോക്സ് വരുവാണെങ്കിൽ അതിനെ തമ്മിൽ തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ നെയിം യൂസ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ഫീൽഡിൽ നിന്ന് എടുക്കുന്നത് എന്തായിട്ട് തന്നെ എടുക്കണം, ഫസ്റ്റ് നെയിം ആയിട്ട് തന്നെ എടുക്കണം. ലാസ്റ്റ് നെയിം ആണെങ്കിൽ എന്താണ്, അത് ലാസ്റ്റ് നെയിം. അത് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അങ്ങനെ പലതും നമ്മൾ എഴുതും. ഇപ്പൊ ഇമെയിൽ ID ഫസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ മാറിപ്പോകാതെ തിരിച്ചറിയണം. നെയിം ഏതാണ്, ഇമെയിൽ ID എന്നുള്ളത് ഈ ടെക്സ്റ്റ് ബോക്സിൽ നിന്നാണ് നമുക്ക് റീഡ് ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ നെയിം എന്നുള്ള അട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണ്, ജസ്റ്റ് ഒരൊറ്റ ടാഗിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഴുതിയാൽ മതിയായിരിക്കും. അപ്പം ഇൻപുട്ട് എന്ന് എഴുതുക, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻപുട്ട് എന്ന് എഴുതുക, അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നെയിം യൂസ് ചെയ്താൽ മതി. ഇവിടെ രണ്ടെണ്ണം കൊടുത്തേക്കുന്നതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നെയിം യൂസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് എന്ത് പറയുക, ടെക്സ്റ്റ് എന്ന് പറയുക, പിന്നെ അതിന്റെ നെയിം പറയുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, പിന്നെ BR എന്തിനാ കൊടുക്കുന്നത്, തൊട്ട് താഴത്തെ ലൈനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BR ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം BR ടാഗ് യൂസ് ചെയ്തു. ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് എഴുതി തന്നെ കൊടുക്കണം നമ്മൾ. കേട്ടെ, ലേബൽ യൂസ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ലേബൽ യൂസ് ചെയ്യേണ്ട, നിങ്ങൾ എഴുതി തന്നെ കൊടുത്താൽ മതി. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എഴുതി തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് തന്നെയാണ് വേണ്ടത്. അതിന്റെ നെയിം എന്തായിരിക്കും, ലാസ്റ്റ് നെയിം. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നതാണ്. ഈ ഫോമിന്റെ ഉള്ളിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് നെയിം ഇവിടെ കിട്ടും. അതിന്റെ ഇൻപുട്ട് ടൈപ്പ് എന്തായിരിക്കണം, ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ കൊടുക്കണം, ഈ ഇൻപുട്ടിന്റെ അകത്ത് ടൈപ്പ് എന്തായിട്ട് പറയണം, ടെക്സ്റ്റ് ആയിട്ട് പറയണം. അപ്പൊ ടെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു. നെയിം, ഇത് രണ്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്
അല്ലെ? രണ്ട് ടെക്സ്റ്റ് ബോക്സിലെയും തമ്മിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ അതിന്റെ നെയിം കൊടുക്കുന്നത്. ആദ്യത്തേതിന് ഫസ്റ്റ് നെയിം എന്നുള്ള പേര് കൊടുത്തു, രണ്ടാമത്തേതിന് എന്ത് ലാസ്റ്റ് നെയിം എന്നുള്ള പേര് കൊടുത്തു. ഇത് നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ. ഇനി ഞാൻ പറഞ്ഞു പാസ്വേഡ് ആണ്. പാസ്വേഡ് ആണെങ്കിൽ ഇതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ ടൈപ്പ് മാറിയിട്ട് ടെക്സ്റ്റിന് പകരം എന്ത് വരും? പാസ്വേഡ് വരും. ഇപ്പോൾ നോക്ക്, യൂസർ ഐ ഡി പാസ്വേഡ് അല്ലെ? യൂസർ ഐ ഡി പാസ്വേഡ് നമുക്ക് രണ്ടെണ്ണം കിട്ടണം. യൂസർ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്യുന്നത് കാണണം, യൂസറിന് കാണണം. പക്ഷെ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി അതിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്, യൂസർ ഐ ഡി. ആദ്യത്തതിന്റെ നെയിം എന്ന് പറയുന്നത് യൂസർ ഐ ഡി ആണ്, രണ്ടാമത്തതിന്റെ നെയിം എന്ന് പറയുന്നത് പാസ്വേഡ് ആണ്. ഇതിന്റെ ബാക്കി സ്ട്രക്ചർ ഒക്കെ സെയിം തന്നെയാണ്. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് എഴുതി. ഹെഡ് ടാഗിന്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ പറഞ്ഞു. ടൈറ്റിൽ എന്താ പറയുന്നത്? പാസ്വേഡ് ഇൻപുട്ട് കൺട്രോളിന് ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ബോഡി ടാഗ് എഴുതി. ബോഡി ടാഗിന്റെ അകത്ത് എന്തെഴുതി? ഫോം എഴുതി. ഫോമിന്റെ ഉള്ളിൽ മാത്രമേ ഒരു ഫോം എലമെന്റിനെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. എന്നിട്ട് യൂസർ ഐ ഡി ഇവിടെ പ്രിന്റ് ചെയ്യണം. അപ്പൊ യൂസർ ഐ ഡി നമ്മൾ എഴുതി കൊടുത്തു, എന്നിട്ട് ഒരു കോളം കൊടുത്തു. എന്നിട്ട് ഈ ബോക്സ് ആണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ ബോക്സ് അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇൻപുട്ട് ടൈപ്പ് എന്ത് പറയണം? ടെക്സ്റ്റ് എന്ന് പറയണം. നെയിം എന്ത് പറയണം? യൂസർ ഐ ഡി എന്ന് പറയണം. നെയിം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ടെക്സ്റ്റ് ഈ ടൈപ്പ് മാത്രം മാറിപ്പോവരുത്. പാസ്വേഡ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻപുട്ടിന്റെ ടൈപ്പ് എന്തായിരിക്കണം? പാസ്വേഡ് ആയിരിക്കണം. നെയിം എന്നുള്ളത് പാസ്വേഡ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലാഷ് ഇവിടെ ഇട്ടിട്ട് വേണം ക്ലോസ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. സ്ലാഷ് ഇവിടെ ഇട്ടിട്ട് വേണം ക്ലോസ് ചെയ്യാൻ. ഇനി ഇതിന്റെ അകത്ത് ഇൻപുട്ടിനും ടൈപ്പിന്റെയും ഇടയ്ക്ക് എന്തുണ്ടാവണം? സ്പേസ് ഉണ്ടാവണം. അപ്പൊ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ലൈൻസ് അല്ലെ? മൾട്ടിപ്പിൾ ലൈൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് ടൈപ്പ് എന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ഏരിയ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന വേറൊരു ടാഗ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ഒക്കെ വേണം. അപ്പൊ ടെക്സ്റ്റ് ഏരിയ കൊടുത്തു, അതെന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ഒരു കോളമാണ് വരുന്നത് അല്ലെ? ഇത് കണ്ടോ? ഇതാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയയിൽ എന്താ വരുന്നത്? ഒരു കോളമാണ് വരുന്നത്. അപ്പൊ ഈ കോളത്തിന്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമ്മൾ പറയണം. അതിനാണ് ഇവിടെ റോസ് കോളംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര റോസ് എന്ന് പറഞ്ഞാൽ എത്ര ലൈൻസ് വരെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും, അതാണ് റോസ് എന്ന് പറയുന്നത്. അപ്പൊ 5 ലൈൻസ് വരെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓരോ ലൈനിലും 50 ക്യാരക്ടേഴ്സ് വരെ വരാം. ഹൈറ്റും വിഡ്ത്തും ഓർത്താൽ മതി കേട്ടോ. ഹൈറ്റും വിഡ്ത്തും ഓർത്താൽ മതി. പിന്നെ അതിന്റെ നെയിമും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എൻ്റർ ഡിസ്ക്രിപ്ഷൻ ഹിയർ. ഇപ്പൊ ഇത് കണ്ടോ? എൻ്റർ ഡിസ്ക്രിപ്ഷൻ ഹിയർ എന്ന് പറഞ്ഞു. ഈ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഈ ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗിന് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എൻ്റർ ഡിസ്ക്രിപ്ഷൻ ഹിയർ എന്നുള്ള ആ സെന്റൻസും കൂടി കൊടുക്കണം. ഓക്കെ. അപ്പം റോസ്, കോളംസ്, പിന്നെ നെയിം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പിന്നെ ഈ എൻ്റെ ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഹിയർ എന്നുള്ളത് ഈ ടെക്സ്റ്റ് ഏരിയയുടെ ഉള്ളിലായിരിക്കും വരുന്നത് കേട്ടോ. ഈ ടാഗിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. ഓർത്ത് വെക്കണം. ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്നുള്ളത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് എംപ്റ്റി ടാഗ് ആണ്. ജസ്റ്റ് ഒരു ക്ലോസിങ് ടാഗ് നമ്മൾ കൊടുക്കാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു സ്ലാഷ് ഇട്ട് അതിനെ ക്ലോസ് ചെയ്യുമായിരുന്നു. ടെക്സ്റ്റ് ഏരിയ ആണെങ്കിൽ എന്താണ്? ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വ്യത്യാസം ഉണ്ടെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പം ഇതാണ് സിംഗിൾ ലൈനും പാസ്വേഡും പിന്നെന്താണ് ടെക്സ്റ്റ് ഏരിയ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടൺ കൺട്രോൾസ് ആണ്. ക്ലിക്കബിൾ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബട്ടൺ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇൻപുട്ട് ടാഗ് തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ടൈപ്പ് എന്തായിട്ട് നമ്മൾ പറയണം? ബട്ടൺ ആയിട്ട് പറയണം. ഇൻപുട്ട് ടാഗിന്റെ പേര് ഇൻപുട്ട് ആണ്. അതിന്റെ ടൈപ്പ് എന്തായിരിക്കണം? ബട്ടൺ ആയിരിക്കണം. അപ്പോൾ ഇതിന്റെ ടൈപ്പ് 4 രീതിയിൽ വരാം. സബ്മിറ്റ് ടൈപ്പ് വരാം. സബ്മിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. ആ ബട്ടൺ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ ഫോം സബ്മിറ്റ് ചെയ്യും. ഓക്കെ. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. അതാണ് സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. റീസെറ്റ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോംസിലെ എല്ലാ കൺട്രോൾസിനെയും അതിന്റെ ഇനീഷ്യൽ വാല്യൂവിലേക്ക് എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. അതാണ് റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ഇനി ബട്ടൺ, വെറുതെ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിക്കബിൾ, അതായത് ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ, ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നത്. എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമ്മൾ എഴുതണം, അതിന് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയും. അത്തരം കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഒരു ബട്ടൺ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഇമേജ്. ഓക്കെ, ക്ലിക്കബിൾ ഇമേജ്, അതായത് ഒരു ഇമേജ് ഉണ്ടാവും, ആ ഇമേജ് എന്തായിരിക്കും, ഒരു ബട്ടൺ ആയിരിക്കും. ആ ബട്ടൺ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ബട്ടൺ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 4 രീതിയിലുള്ള ബട്ടൺസ് ഉണ്ട്. സബ്മിറ്റ് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, പിന്നെ ബട്ടൺ, സാധാരണ ക്ലിക്കബിൾ ബട്ടൺ, പിന്നെ ഇമേജും ഒരു ബട്ടൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 4 രീതിയിലുണ്ട്. ടൈപ്പ് മാറുന്ന അനുസരിച്ച് 4 രീതിയിൽ നമുക്ക് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ്, നെയിം കൊടുക്കണം. ടൈപ്പ് ആദ്യത്തേൽ എന്തായിരിക്കും, സബ്മിറ്റ് ആയിരിക്കും. രണ്ടാമത്തേൽ എന്താണ്, റീസെറ്റ് ആണ്. മൂന്നാമത്തേതിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നെയിം നമ്മൾ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ബട്ടൺസ് വരുമ്പോൾ നമ്മൾ നെയിം കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നെയിം പറഞ്ഞു. ഈ പറയുന്ന എല്ലാ വാല്യൂസും ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ കേട്ടോ. ആട്രിബ്യൂട്ട്, വാല്യൂ പെയർ എപ്പോഴും ഓർത്തിരിക്കുക, അതിന്റെ സിന്റാക്സ് ഓർത്തിരിക്കുക, അത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഇനി ഇവിടെ കോമയൊന്നും നിങ്ങൾ കൊടുക്കരുത് കേട്ടോ. ഒരു ആട്രിബ്യൂട്ട്, ഇപ്പം ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ വാല്യൂ ആണ് സബ്മിറ്റ്. നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ വാല്യൂ ആണ് സബ്മിറ്റ്. വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ വാല്യൂ ആണ് സബ്മിറ്റ്. ഇതിന്റെ ഇടയ്ക്കൊന്നും നമുക്ക് സ്പേസ് കൊടുക്കാനായിട്ട് പറ്റില്ല, അതൊക്കെ തെറ്റിപ്പോകും. ഇനി നമ്മൾ മുന്നേ നെയിമും ടൈപ്പും നെയിമും നമ്മൾ പഠിച്ചിരുന്നു, വാല്യൂ നമ്മൾ പഠിച്ചില്ല അല്ല. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കണ്ടോ 3 ബട്ടൺ ഉണ്ട്, ഇതിന് സബ്മിറ്റ് എന്ന് എഴുതി കാണണം അല്ലെ, അതാണ് ഈ വാല്യൂ. വാല്യൂവിൻ്റെ അകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത് അതായിരിക്കും ആ ബട്ടന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇപ്പൊ ഇവിടെ ഈ റീസെറ്റ് എന്ന് വാല്യൂ കൊടുത്തിട്ടുണ്ട്, അപ്പൊ റീസെറ്റ് ബട്ടന്റെ മുകളിൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് വരും, റീസെറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ ഓക്കെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഓക്കെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഇമേജ് ബട്ടൺ ആണ്. അപ്പൊ ഈ ട്യൂട്ടോറിയൽസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമേജ് ബട്ടൺ ആണ്. ഈ ട്യൂട്ടോറിയൽസ് പോയിന്റ് എന്നുള്ള ബട്ടന്റെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ക്ലിക്കബിൾ ബട്ടൺ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ SRC ഇമേജ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് പറയണം, അതിന്റെ സോഴ്സും കൂടി പറയണം, എവിടെയാണ് ഈ ഇമേജ് കിടക്കുന്നതെന്ന് നമ്മൾ പറയണം. അപ്പൊ ആ സോഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്, SRC എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ പറയുന്നത്. അപ്പം 4 രീതിയിലുള്ള ബട്ടൺസ് നമ്മൾ പഠിച്ചു, ടൈപ്പ്, റീസെറ്റ്, ബട്ടൺ, ഇമേജ്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ ഓർക്കണ്ട, വെറുതെ ബട്ടൺ എന്ന് മാത്രം ഓർത്താലും മതിയായിരിക്കും. ടൈപ്പ് എന്തായിട്ട് കൊടുക്കുക, ബട്ടൺ ആയിട്ട് കൊടുക്കുക. നെയിം ഇസ് ഈക്വൽ ടു ഓക്കെ, പിന്നെ വാല്യൂ, ഇതിന് മുകളിൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് വരണോ അത് വാല്യൂവിന്റെ സ്ഥലത്ത് കൊടുക്കുക. അത്ര മാത്രം, ഏറ്റവും സിമ്പിൾ ആയിട്ട് അത്ര മാത്രം ഓർത്തിരുന്നാലും മതിയായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻ ഉണ്ട്, പാർട്ട് 2 ആയിട്ട് ഇടാം. വീഡിയോ ഒത്തിരി ഇതിന്റെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഫോംസ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സിലുള്ള ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫോം എന്താണ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സിലുള്ള ഫോംസ്, അതായത് ഡിഫറെന്റ് ടൈപ്സിലുള്ള ഫോംസ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞത് ഏതായിരുന്നു, ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ. അപ്പൊ ഫോം എല്ലാം എഴുതുമ്പോഴും എന്ത് യൂസ് ചെയ്യണം, ഫോം എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. ഇല്ല, ഈ ഫോം എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ, ഫോം എലമെന്റ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ അതിന്റെ അകത്ത് ടൈപ്പ്, ഡിഫറെന്റ് ടൈപ്സ് പറയാം, ടെക്സ്റ്റ് പറയാം, റേഡിയോ ബട്ടൺ പറയാം, ചെക്ക് ബോക്സ് പറയാം, സബ്മിറ്റ് പറയാം, ബട്ടൺ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇത്രയെങ്കിലും ഒക്കെ ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് എന്നുള്ളത് സിംഗിൾ ലൈനോ മൾട്ടിപ്പിൾ ലൈനോ ആകാം. മൾട്ടിപ്പിൾ ലൈൻ ആകുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഏതാണ്, ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അങ്ങനെ റേഡിയോ ബോക്സ് ആണ് വേണ്ടെങ്കിൽ റേഡിയോ, ചെക്ക് ബോക്സ്, സബ്മിറ്റ്, ബട്ടൺ. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ഇൻപുട്ടിൽ തന്നെയാണ് പാസ്വേഡും വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ചെക്ക് ബോക്സ് കൺട്രോളും കൂടി. നമ്മൾ ചെക്ക് ബോക്സ് കൺട്രോൾ നോക്കിയില്ല, ഇത് ടെക്സ്റ്റും ബട്ടണും ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ ചെക്ക് ബോക്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, ഇതിന്റെ പാർട്ട് 2 നോക്കാം.